ഏറ്റവും കൂടുതൽ വനിതാ സാക്ഷരതയുള്ളത് കേരളത്തിലാണ്, 95.2%. പക്ഷേ നമുക്ക് ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രിയില്ല. എന്തുകൊണ്ട്? രാജ്യത്തെ ഏറ്റവും പുരോഗമന സംസ്ഥാനമെന്നാണ് കേരളം ബ്രാൻഡ് ചെയ്യപ്പെടുന്നത്. ആ സംസ്ഥാനത്ത് 2020 റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 2715 ഗാർഹിക പീഡന കേസുകളാണ്. ഈ വർഷം ഏപ്രിൽ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 1427 കേസുകളും. എന്തുകൊണ്ട്? ലിബറലിസത്തിന്റെ വലിയ വിപ്ലവങ്ങളുടെ സാംസ്കാരികതയുടെ നാടെന്നാണ് കേരളത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ നടക്കുന്ന 10 സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. എന്തുകൊണ്ട്? അഭ്യസ്തവിദ്യരായ എത്ര സ്ത്രീകൾക്ക് അവരുടെ കരിയർ സ്വയം തിരഞ്ഞെടുക്കാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് തങ്ങളുടെ സമ്പാദ്യം ചോദ്യം ചെയ്യപ്പെടലുകളില്ലാതെ ചെലവഴിക്കാൻ കഴിയുന്നുണ്ട്? എപ്പോൾ ഗർഭം ധരിക്കണം, എത്ര തവണ പ്രസവിക്കണം എന്നെല്ലാം തീരുമാനിക്കാൻ എത്ര സ്ത്രീകൾക്ക് കഴിയുന്നുണ്ട്? എന്താണ് ഇവിടെ ഒരു കുറവ്? ഇവിടെ കുറവ് സമത്വത്തിൻ്റെതാണ്. ആ സമത്വ ചിന്തയാണ് ഫെമിനിസം. ആ ഫെമിനിസത്തെക്കുറിച്ചാണ് ഷീസ് ഈക്വൽ പറയുന്നത്. എന്താണ് ഷീസ് ഈക്വൽ എന്നല്ലേ? ലിംഗസമത്വവും ഫെമിനിസവും പ്രോത്സാഹിപ്പിക്കുന്ന, സ്ത്രീകളുടെ ഓരോ ചെറിയ നേട്ടങ്ങളും ആഘോഷിക്കുന്ന, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന, അവരെ ശാക്തീകരിക്കുന്ന ഒരു സമഗ്ര മൾട്ടിമീഡിയ പ്ലാറ്റ്ഫോമാണ് ഷീസ് ഈക്വൽ. മലയാളത്തിലെ ഏറ്റവും വലിയ പോഡ്കാസ്റ്റ് നിർമ്മാതാക്കളായ സ്റ്റോറിയോ ആണ് ഇതിനു പിന്നിൽ. ഈ മാധ്യമ സംരംഭത്തിന് ചരിത്രപരമായ ഒരു ദൗത്യം കൂടിയാണ് നിറവേറ്റാനുള്ളത്. എന്താണ് ആ ദൗത്യമെന്നല്ലേ? ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് സ്റ്റോറിയോ സ്ഥാപകൻ രാഹുൽ നായരാണ്. മലയാളത്തിലെ വേറിട്ടൊരു മാധ്യമ സംരംഭമായി ഷീസ് ഈക്വൽ ജനങ്ങളിലേക്ക് എത്തുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വേറിട്ടൊരു സംരംഭം? നല്ലൊരു ചോദ്യം. സ്റ്റോറിയോ എന്ന് പറഞ്ഞ ഈ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പം വളരെ ഏറെ സമയം ഇതിൻ്റെ ഒരു പേർപ്പസ് എന്തായിരിക്കണം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കോർ പേർപ്പസ് സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് നാൾ ഇരുന്ന് ചിന്തിച്ചാലോചിച്ച് ഫൈനലി എത്തിയ ഒരു കോർ പേർപ്പസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഇവിടെ വാളിൽ തന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ടു എക്സ്പാൻഡ് ദ കേപ്പബിലിറ്റീസ് ആൻഡ് ഫ്രീഡംസ് ഓഫ് പീപ്പിൾ എവ്രിവെയർ സോ ദാറ്റ് ദേ ക്യാൻ ലീഡ് ലൈഫ്സ് ദേ ഹാവ് റീസൺ ടു വാല്യൂ. അപ്പം അതാണ് ശരിക്കും സ്റ്റോറിയോ എന്ന് പറഞ്ഞ ഈ കമ്പനിയുടെ ഒരു കോർ പേർപ്പസ്. സോ കീപ്പിംഗ് ദാറ്റ് കോർ പേർപ്പസ് ഇൻ മൈൻഡ് ഞങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസിലും ഞങ്ങളത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം ആസ് എ മീഡിയ കമ്പനി, ആസ് എ കോണ്ടൻറ്റ് കമ്പനി ഞങ്ങൾ വളരെ കോൺഷ്യസ് ആണ് ഈ വിഷൻ അല്ലെങ്കിൽ ഈ കോർ പേർപ്പസിൽ മാച്ച് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അപ്ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫ്രം എ കോണ്ടൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ. അപ്പം ഫ്രം എ ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂ, ഫ്രം എ സ്ട്രാറ്റജി പോയിൻ്റ് ഓഫ് വ്യൂ അതാണ് കാരണം. പക്ഷേ അതിലൊക്കെ ഉപരി അപ്പം കേപ്പബിലിറ്റീസും ഫ്രീഡംസ് എന്നൊക്കെ പറയുമ്പം വലിയ വലിയ വാക്കുകളാണ്. ആൻഡ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ്സ് വെരി വെരി സീരിയസ്. ജെൻഡർ ഇക്വാലിറ്റി ഈസ് ഒബ്വിയസ്ലി എ സീരിയസ് ഇഷ്യൂ ദാറ്റ് വി നീഡ് ടു ടോക്ക് അബൌട്ട്. Gender inequality is the issue that we need to talk about. But before we get into all those things, I think the more fundamental question here is, what's my interest in this topic? എങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എന്താ പറയുക കയറി വന്നത്, റൈറ്റ്? ആൻഡ് അതിൻ്റെ ഒരു ഹിസ്റ്ററി ഈസ് ഇമ്പോർട്ടൻറ്റ്. കാരണം അങ്ങനെയാണ് ഈ ഒരു ഓൺലൈൻ പബ്ലിക്കേഷൻ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഒത്തുവന്നത്. മോർ ദാൻ ബിസിനസ്, മോർ ദാൻ സ്റ്റോറിയുടെ പർപ്പസ്, ഇതിനകത്ത് കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് കഥകളും സ്റ്റോറീസും ഒക്കെ ഉണ്ട്, റൈറ്റ്? സോ ഇഫ് ഐ ക്യാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ദാറ്റ് എ ലിറ്റിൽ ബിറ്റ്. മൈ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോൾ എൻ്റെ പഠിത്തവും എൻ്റെ ഗ്രാജുവേഷൻ എക്കണോമിക്സും ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള സബ്ജക്റ്റ് മാറ്ററിലായിരുന്നു. അപ്പം അവിടുന്ന് തുടങ്ങിയതാണ്. ഒരു 16-17 years ago I started my thinking and journey through studies. അന്ന് മുതലാണ് എക്കണോമിക്സും ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് മാറ്ററിലേക്ക് ഞാൻ ഇൻവോൾവ് ആകാൻ തുടങ്ങിയത്. അപ്പം ആസ് പാർട്ട് ഓഫ് ദോസ് ടോപ്പിക്സ്, ആസ് പാർട്ട് ഓഫ് മൈ സ്റ്റഡീസ്, I got a lot of reading material, I got a lot of knowledge. I got the opportunity to talk to a lot of my professors and start seriously thinking about, okay, economics endana, development endana, international development endana. അപ്പോൾ ഇതൊക്കെ ആസ് എൻ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് വി ഡിഡ് നോട്ട് ഹാവ്, അറ്റ്ലീസ്റ്റ് ഐ ഡിഡ് നോട്ട് ഹാവ് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരുന്നില്ല. ആൻഡ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഡെവലപ്മെൻറ്റ് സാധാരണഗതിയിൽ ഇപ്പം എല്ലാ ന്യൂസ് മീഡിയത്തിലും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്
വെരി നാരോ ആയിട്ടുള്ളൊരു ഫോക്കസാണ്, റൈറ്റ്? എല്ലാവരും പറയുന്നത് വികസനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നുള്ള ഒരു കണക്കാണ് നമ്മൾ എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുക. GDP ഉണ്ടെങ്കിൽ നമ്മുടെ കൺട്രി ഈസ് ഡെവലപ്പിംഗ്, GDP കുറവാണെങ്കിൽ കൺട്രി ഈസ് ഗോയിങ് ബാക്ക്വേർഡ്സ്. ഇതാണ് ജനറലി സ്പീക്കിംഗ് ഒരു ബ്ലാങ്കറ്റ് ഡെഫിനിഷനാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് എനിക്ക് ഇഷ്യൂസ് ഉണ്ടായത്, വിച്ച് ഐ ഓൾസോ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. കാരണം വളരെ ഹൈ GDP ഉള്ള എത്രയോ രാജ്യങ്ങളുണ്ട്, പക്ഷേ ആ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ഇനീക്വാളിറ്റി നിലനിൽക്കുന്നുണ്ട്. അത് സ്റ്റിൽ എ ലോട്ട് ഓഫ് ഇഷ്യൂസ്. ഇപ്പം UK ആണെങ്കിലും USA ആണെങ്കിലും ബാക്കി യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും ഒക്കെ വെരി ഹൈ GDP ഗ്രോത്ത് ഓർ GNP ഗ്രോത്ത്, പക്ഷേ പ്രോബ്ലംസ് ഇല്ല എന്നല്ല. അതൊന്ന്. സെക്കൻഡ്ലി ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും എന്നുള്ള ഈ വേർതിരിവ്, റൈറ്റ്? അതും എനിക്കൊരു ചെറിയൊരു കൺഫ്യൂഷനായിരുന്നു. കാരണം അപ്പം ഡെവലപ്ഡ് കൺട്രീസ് തീർന്നു അവരുടെ ഡെവലപ്മെൻറ്റ്, അവർ പെർഫെക്ഷനിലെത്തിയോ എന്നുള്ളൊരു ചോദ്യം. അത് ഒബ്വിയസ്ലി ഈസ് ഇൻകറക്റ്റ്, റൈറ്റ്? അപ്പം ഇങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആൻഡ് അത് കൂടുതൽ വായനയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇസ് ദാറ്റ് ഈ GNP കണക്കും GDP കണക്കുകളും അല്ലെങ്കിൽ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് എന്നുള്ള ഡെഫിനേഷൻസൊക്കെ ഇൻകംപ്ലീറ്റ് ആണ്. ഇൻകംപ്ലീറ്റ് എന്ന് മാത്രമല്ല, ഐ തിങ്ക് ടു ബി ഓണസ്റ്റ് ഇറ്റ് ഹാസ് ടേക്കൺ അസ് ഇൻ ദ റോങ് ഡയറക്ഷൻ. ഈ ഓൾമോസ്റ്റ് 100 years, ലാസ്റ്റ് സെഞ്ച്വറിയിൽ നടന്ന ഒരു എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഈ സബ്ജക്റ്റ് മാറ്ററിൽ തന്നെ നടന്ന ചേഞ്ചസ് ആണ്, റൈറ്റ്? ശരിക്കും പറഞ്ഞാൽ എക്കണോമിക്സിൻ്റെ ഫൗണ്ടിങ് ഫാദർ ആരാണെന്ന് ഇപ്പോൾ ചോദിച്ചാൽ ജനറൽ ഉത്തരം പറയുന്നത് എല്ലാവരും ആഡം സ്മിത്ത്, സ്കോട്ട്ലൻഡിലെ ആഡം സ്മിത്ത്, ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയിലെ. പക്ഷേ അദ്ദേഹം സത്യം പറഞ്ഞാൽ ഹി വാസ് നോട്ട് എൻ ഇക്കോണമിസ്റ്റ്, ഹി വാസ് എ മോറൽ ഫിലോസഫർ. ആൻഡ് അന്നത്തെ കാലത്ത് എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റേ ഇല്ലായിരുന്നു. പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, മോറൽ ഫിലോസഫി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻസ് ഒക്കെ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് മൊറാലിറ്റി ആൻഡ് എത്തിക്സ് വർ നമ്പർ 1 criteria. ദേ വർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു തിങ്ക് അബൌട്ട്. അപ്പം ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻറ്റിനെ എങ്ങനെ അളക്കണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ചോദ്യം ചെയ്യണം എന്നുള്ള സബ്ജക്റ്റ് മാറ്റേഴ്സ് വരുമ്പോഴൊക്കെ എത്തിക്സ് ആൻഡ് മോറൽ പ്രിൻസിപ്പിൾസ്. ഇൻഫാക്റ്റ് ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻസ് എഴുതുന്നതിന് മുമ്പ് ഹിസ് ഫസ്റ്റ് ബുക്ക് വാസ് കോൾഡ് ദ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ്. സോ ദാറ്റ് ഷോസ് ദാറ്റ് അത് കഴിഞ്ഞ് സംതിങ് ഹാപ്പൻഡ്. ഒരു 19th century, early 20th century ആയപ്പോഴത്തേനും എക്കണോമിക്സ് ടേൺഡ് ഇൻ ടു സംതിങ് വെരി, പലർക്കും ഇത് ഇഷ്ടപ്പെടില്ല, പക്ഷേ സ്യൂഡോ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് മാറ്ററായിട്ട് മാറി. എക്കണോമിക്സും അല്ലെങ്കിൽ ഇക്കോണമിസ്റ്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ഇൻ ദ വേൾഡ് ഓഫ് അക്കഡീമിയ ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും പോലെയുള്ള ഹാർഡ് സയൻസസുമായിട്ട് ഒരു ഈക്വൽ സ്റ്റേറ്റസ് വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വന്നപ്പം കൂടുതൽ അതിനകത്ത് കണക്കുകൾ കയറ്റുക, കൂടുതൽ മാത്തമാറ്റിക്കലാകുക, അങ്ങനെ സബ്ജക്റ്റ് മാറ്റർ തന്നെ മാറി. ഫ്രോം നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു മോറൽ അല്ലെങ്കിൽ ഒരു എത്തിക്കൽ ആംഗിളിൽ നിന്ന് ഒരു ഭയങ്കര സ്റ്റാറ്റിസ്റ്റിക്കൽ മാത്തമാറ്റിക്കൽ സബ്ജക്റ്റായിട്ട് എക്കണോമിക്സ് തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നു. അങ്ങനെ വന്നപ്പം ഐ തിങ്ക് വാട്ട്സ് നാച്ചുറലി ഹാപ്പൻഡ് ഇസ് വി ബിക്കേം ഒബ്സെസ്ഡ് വിത്ത് തിങ്സ് ലൈക്ക് GDP, GNP മുതലായ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് നമ്മൾ ഫോക്കസ് മാറ്റി. ആൻഡ് ഈവൻ നൗ വി ആർ ഇൻ ദാറ്റ് പൊസിഷൻ. ആൻഡ് അവിടെയാണ് ട്രാജഡി, റൈറ്റ്? കാരണം we can say India is probably among all nations in the world currently. We are growing at relatively faster pace as far as GDP is concerned. പക്ഷേ പോവർട്ടിയിൽ സഫർ ചെയ്യുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ ഇനീക്വാളിറ്റി സഫർ ചെയ്യുന്ന ആൾക്കാരോട് ഇന്ത്യയുടെ GDP 6% ആണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ദർ ഇസ് നോ പോയിൻറ്റ് അറ്റ് ഓൾ, റൈറ്റ്? അപ്പം ദാറ്റ് ഈസ് വെയർ ദ അവിടെയാണ് ഒരു ബിഗിനിങ് ഓഫ് ദ പ്രോബ്ലം, ബിഗിനിങ് ഓഫ് ദ ഡിസ്കഷൻ, റൈറ്റ്? അപ്പം ദെൻ ഹൗ എൽസ്, ദെൻ വാട്ട് ഈസ് ഡെവലപ്മെൻറ്റ്? ഹൗ ഡു യു നോ ആൻഡ് ഹൗ ഡു യു പ്ലാൻ ഫോർ എ സൊസൈറ്റീസ് ഡെവലപ്മെൻറ്റ്? അത് ചെറിയ സൊസൈറ്റി ആണെങ്കിലും ഒരു സ്റ്റേറ്റ് ആണെങ്കിലും ഒരു കൺട്രി ആണെങ്കിലും.
So it became very, very clear that GDP measurement allanda, I think the most important thing, the way we define development should be, എൻ്റെ ഡെഫിനിഷൻ അല്ല, ഞാൻ പഠിച്ച അല്ലെങ്കിൽ മെഹബൂബ് ഉൽ ഹക്ക് പാകിസ്ഥാനി ഇക്കോണമിസ്റ്റ്, നമ്മുടെ അമർത്യ സെൻ ഇന്ത്യൻ ഇക്കോണമിസ്റ്റ് ആൻഡ് നൊബേൽ ലോറിയറ്റ്, പിന്നെ ദർ ഈസ് എ ഫിലോസഫർ ആൻഡ് ലോയർ പ്രൊഫസർ മാർത്ത ചെൻ, ഡോക്ടർ മാർത്ത ചെൻ, ഇവരൊക്കെ they are foundational to my understanding of a new understanding of what development should be. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഡെവലപ്മെൻറ്റ് ഷുഡ് നോട്ട് ബി സീൻ ആസ് മാത്തമാറ്റിക്കൽ ഗ്രോത്ത് ഓഫ് GDP. Instead, it's a very simple question. People should be able to lead healthy, happy, creative lives. അതിന് വേണ്ടിയിട്ടുള്ള എൻവയൺമെൻറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു സൊസൈറ്റിയുടെയും ജോലി. സോ ഇഫ് ദർ ഈസ് എ ഗുഡ് എൻവയൺമെൻറ്റ് ഫോർ പീപ്പിൾ ടു, ഇവിടെ എഴുതി വെച്ചേക്കുന്ന പോലെ, ലീഡ് ലൈവ്സ് ദേ ഹാവ് റീസൺ ടു വാല്യൂ. So they are free to have any kind of education, they have good health, they are happy generally, and they can express their creativity. അപ്പം ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, ഒരു ഭൂരിപക്ഷ ആൾക്കാർക്കും ചെയ്യാൻ പറ്റില്ലെങ്കിൽ, പിന്നെ GDP 10% ആണ് 14% ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. റൈറ്റ്? സോ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ നീഡ് മൈ പേഴ്സണൽ ഫ്രീഡം, 1. 2, എനിക്ക് എൻ്റെ കഴിവുകൾ ഇൻക്രീസ് ചെയ്യാൻ പറ്റണം, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് എനിക്ക് ഹെൽത്ത് വേണം, എനിക്ക് എഡ്യൂക്കേഷൻ വേണം, എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ഒരു പുതിയ ഡെഫിനേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ. സോ സത്യം പറഞ്ഞാൽ ഈ ഷീസ് ഈക്വൽ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ മാഗസീനും ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ജെൻഡർ ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞ ഒരു പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള കാരണം ഈസ് ആസ് പാർട്ട് ഓഫ് ദിസ് ഡെഫിനിഷൻ ഓഫ് ഡെവലപ്മെൻറ്റ്, as long as there is inequality. Inequality can be of any type. It can be income inequality, it can be inequality of opportunity, it can be gender inequality, right? Why should there be any kind of inequality, to be honest? The simplest question is, എൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, what can you do and what can you be? These are the two most fundamental questions. അപ്പം what can you do and what can you be depends on your freedom and it depends on your capabilities. അപ്പം ഈ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനുള്ള ആൻസറാണ് നമ്മളെല്ലാവരും ആക്ച്വലി വർക്ക് ടുവേർഡ്സ് ചെയ്യേണ്ടത്. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വികസനം എന്ന് പറഞ്ഞാൽ, ഈ 2 ക്വസ്റ്റ്യൻസിന് overwhelming majority, not even 1% should be suffering for the lack of opportunity, or for the lack of education, or for the lack of freedom. So I got very inspired by that kind of economic development. അന്ന് മുതൽ this has been the back of my mind. എനിക്കെന്ത് ചെയ്യാൻ പറ്റും ടുവേർഡ്സ് making a difference to society, and as part of tackling a host of issues. Gender inequality is a big, gigantic problem even now, right? And I wanted to see what can we do towards solving that problem. But it's obviously a very, very complex problem ആണല്ലോ. അതിനൊരു shortcut, one-stop solution എന്തായാലും it's not possible, and we don't expect that. അപ്പം through this publication, what we want to do is, we want to ഒരു ഡിസ്കോഴ്സ് തുടങ്ങുക എന്നുള്ളതാണ്, അല്ലാണ്ട് പ്രിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് നൽകുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. അങ്ങനെ സാധ്യം, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പം വി വോണ്ട് സ്റ്റാർട്ട് എ കോൺവെർസേഷൻ, പബ്ലിക് കോൺവെർസേഷൻ. അതിനകത്ത് എല്ലാവരും ഇൻവോൾവ് ആവണം. അപ്പം ആ ഒരു കോൺവെർസേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണ് ഷീസ് ഈക്വൽ എന്ന് പറഞ്ഞൊരു. ഇതിലും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, പേഴ്സണൽ കാര്യങ്ങളുമുണ്ട്. But I'll come to that. I think I've already extended my first answer.
അടിച്ചമർത്തപ്പെടുന്ന ഒട്ടേറെ ജനവിഭാഗങ്ങൾ സമൂഹത്തിലുണ്ട്, ലിംഗലൈംഗിക വിഭാഗങ്ങളുണ്ട്. അതെല്ലാം നിലനിൽക്കെ സ്റ്റോറിയോയുടെ ഈ സംരംഭം എന്തുകൊണ്ട് സ്ത്രീകളുടെ മാത്രം ശബ്ദമാവാൻ ആഗ്രഹിക്കുന്നു? അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം, LGBTQ കമ്മ്യൂണിറ്റികളോട് അല്ലെങ്കിൽ മറ്റ് അടിച്ചമർത്തപ്പെടുന്ന ലിംഗലൈംഗിക വിഭാഗങ്ങളോട് ഷീസ് ഈക്വലിൻ്റെ സമീപനം എന്തായിരിക്കും? That's a good question. She's Equal എന്ന് പറഞ്ഞ publication focuses on gender related issues, right? Gender inequality problems. And when we talk about gender, we are not only talking about മെയിൽ ആൻഡ് ഫീമെയിൽ അല്ലല്ലോ, എല്ലാവരും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്, ഇൻവോൾവ് ആണ്. അപ്പം ആസ് ഫാർ ആസ് നമ്മുടെ പബ്ലിക്കേഷൻ്റെ ഒരു എഡിറ്റോറിയൽ വിഷൻ്റെ ഭാഗത്തിൽ നിന്ന് പറയുവാണെങ്കിൽ വി വിൽ ടേക്ക് അപ്പ് ഓൾ ജെൻഡർ റിലേറ്റഡ് challenges and issues. Our job is to educate and to kickstart a conversation around gender inequality. Not only women's issues, not only men's issues. Gender inequality is a human issue. അപ്പം ജെൻഡർ ഇക്വാളിറ്റി ആണ് നമ്മുടെ വിഷൻ എങ്കിൽ അവിടെ മെയിൽ ഫീമെയിൽ LGBTQ എന്നുള്ളൊരു വേർതിരിവ് ഇല്ല. എന്നാലും we ought to recognize that there is diversity. We don't want to be boring by saying that we will only focus on one gender. We need to recognize, appreciate and understand all types of genders and take up their stories so that we can share that publicly and get the conversation going. പക്ഷേ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ there are obviously ഏതൊരു ഇനിഷ്യേറ്റീവിനും ഏതൊരു സംരംഭത്തിന് പിന്നിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ ബയസസ്, പേഴ്സണൽ ഇൻസിഡൻസസ്, ലൈഫ് സ്റ്റോറി ഒക്കെ കയറി വരും സ്വാഭാവികമായിട്ടും. അപ്പം ഇൻ മൈ കേസ് ഓൾസോ ഒബ്വിയസ്ലി women's issues became an important area of focus for me, mainly because of my personal background, my history, etc. So അവിടെ അപ്പം അനഘ ചോദിച്ച പോലെ വിമൻസ് ഇഷ്യൂസ് മാത്രമാണോ ഷീസ് ഈക്വൽ എന്ന് ചോദിച്ചാൽ അല്ല, ബട്ട് ദാറ്റ് ഈസ് വെയർ മൈ തിങ്കിങ് സ്റ്റാർട്ടഡ്, റൈറ്റ്? സോ എൻ്റെ അപ്രോച്ച് ആ ആംഗിളിൽ നിന്നായിരുന്നു, ബട്ട് വി ടേക്ക് ജെൻഡർ മോർ ബ്രോഡ്ലി. പക്ഷേ എൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഇതിൻ്റെ ഒരു ലൈൻ ഓഫ് തിങ്കിങ്ങിൻ്റെ ഹിസ്റ്ററി നോക്കിയാൽ സത്യം പറഞ്ഞാൽ ഷീസ് ഈക്വൽ പോലെയുള്ള ഒരു പബ്ലിക്കേഷൻ ഇസ് എൻ എക്സ്പെരിമെൻറ്റ്. ഇറ്റ്സ് എ പേഴ്സണൽ എക്സ്പെരിമെൻറ്റ് ആൻഡ് ഇറ്റ്സ് എ പബ്ലിക് എക്സ്പെരിമെൻറ്റ്. അതിനകത്ത് പേഴ്സണൽ എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് എത്രമാത്രം ഓണസ്റ്റ് ആകാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ്, റൈറ്റ്? ബിക്കോസ് ഐ നോട്ട് ഗോൺ ടു ഹൈഡ് ദ ഫാക്ട് ദാറ്റ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ് അല്ലെങ്കിൽ ജെൻഡർ ബയസസ് വളരെ ഡീപ്ലി എൻഗ്രൈൻഡ് ആണ് എന്നിലും, ഈവൻ മീ. ദർ ഈസ് what we call the male ego. There is a male perspective, overwhelming male perspective. And through reflection, what I have understood is, if I have these biases, നമ്മൾ റെഡ് കണ്ണാടി വെച്ച് നോക്കുമ്പോൾ എല്ലാം റെഡാണ്. അപ്പം എനിക്കും എൻ്റെ ഓൺ ബയസസും ഇഷ്യൂസും ഉണ്ട് എന്നുള്ളത് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ആൻഡ് ഐ വോണ്ട് ബി വെരി ഓപ്പൺ അബൌട്ട് ദാറ്റ്, സോ ദാറ്റ് ഐ കെൻ ലേൺ why it came about, ഇത് എവിടെ നിന്ന് തുടങ്ങി, where did it start, why did I have these biases. അങ്ങനെ ആലോചിച്ച് വന്നപ്പം I started to look back at my own life and try to find some reason, ഇതിൻ്റെ കാരണങ്ങൾ എന്താണ്. എൻ്റെ ഒരു തീസിസ് അത് ഒരു സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ ആന്ത്രപ്പോളജിക്കൽ ആൻസർ ആകില്ലായിരിക്കാം, ഐ ഡോണ്ട് നോ, ബട്ട് അറ്റ്ലീസ്റ്റ് ഫ്രം മൈ പോയിൻ്റ് ഓഫ് വ്യൂ ഐ സ്റ്റാർട്ടഡ് ടു സീ ദാറ്റ് ഐ ഓൾവേസ് തോട്ട് ഓഫ് മൈ സെൽഫ് ആസ് എ വെരി ജെൻഡർ ന്യൂട്രൽ പേഴ്സൺ. എന്നാലും ഈവൻ ദെൻ there are some gender biases so deep inside me, and I have thought, how come? So I have had a very broad education, international education.
international exposure, been around the world, ഇതെല്ലാം എന്നിട്ടും these gender biases remain inside me. സോ അതിൻ്റെ തുടക്കം എവിടെയായിരുന്നു ആൻഡ് ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ ഉദിക്കാൻ തുടങ്ങി. പക്ഷേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ഡിഡ് നോട്ട് സീ gender issues myself or have experienced gender issues myself. But as I entered family life, right, things started to change. Marriage brought in a new perspective. When we had children, it brought in new perspective. And all this, throughout this time, ഒരു എഡ്യൂക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, റൈറ്റ്, വേർ ഐ ആം കോൺസ്റ്റൻ്റ്ലി ഇതിങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ ആലോചിച്ചിട്ടില്ല, ഇങ്ങനൊരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ, ഞാൻ ആലോചിച്ചിട്ടില്ല. ആൻഡ് ഇതിൻ്റെ ഒരു ഫ്രോയിഡിയൻ എക്സ്പ്ലനേഷൻ ചോദിക്കുകയാണെങ്കിൽ മേ ബി ഇറ്റ്സ് I've been brought up in a liberal family by and large, nuclear family like most of us, right? I have a brother, so because of that, I think our household, me, my father, my mother, my brother, 4 of us, avade obviously the male head count is more, there's only one female. When you have this family where if there is predominantly male dominated family ആകുമ്പം എൻ്റെ ഒരു തിയറൈസിങ് ആണ്, ഇത് കറക്റ്റ് ആകാം തെറ്റാകാം, ബട്ട് അവിടെ ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവ് ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ whereas suppose the situation is the other way around, right? There is say 3 or 4 women and maybe only 1 or 2 men, there is probably more empathy, right, about gender. There is probably more discussion, more adjustments, or more എന്താ പറയുക, ഫാമിലി ലൈഫിൽ തന്നെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവാം, റൈറ്റ്? സോ ദെൻ ദർ ഈസ് അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് ഇൻ യുവർ മൈൻഡ്. ഇഫ് യു ഹാവ് സിസ്റ്റേഴ്സ് ആൻഡ് ഇഫ് യു ഹാവ് ലോട്ട് ഓഫ് ചിൽഡ്രൻ ആൻഡ് ദർ ഇസ് എ ബാലൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ, അത് നാച്ചുറലായിട്ട് സംഭവിക്കാവുന്ന കാര്യമാണ്. ബട്ട് ഇൻ മൈ കേസ് ഇറ്റ് വാസ് നോട്ട്, റൈറ്റ്? സോ ദാറ്റ് കുഡ് ഹാവ് കണ്ടീഷൻഡ് മീ, and probably that is the case with a lot of males. It may happen like that, right, where naturally from a home point of view, while there is no forced gender അല്ലെങ്കിൽ ഡിസ്റെസ്പെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ജെൻഡർ ഇൻഈക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഒരു മാതാപിതാക്കളും അല്ലെങ്കിൽ നോ ഫാമിലി റിയലി വർക്ക്സ് ടുവേർഡ്സ് ദാറ്റ്, റൈറ്റ്? we're all very decent people, and we all want to be good people, not only to our family members but to everybody. പക്ഷേ when it comes to asking the fundamental question, എൻ്റെ മനസ്സിൽ എങ്ങനെയാണ് ഈ ബയസസ് കയറി വന്നതെന്ന് ചോദിച്ചാൽ, അത് ശരിക്കും പറഞ്ഞാൽ ആരും മനഃപൂർവ്വം ഇട്ട ബയസസ് അല്ല, അത് അങ്ങനെ സാഹചര്യങ്ങൾ കാരണം ഉണ്ടായി വന്നതാണ്. സോ ദാറ്റ് വേ ഐ എം ഷുവർ ഐ മേ ഹാവ് conditioned myself into thinking the way I think, and then later on in life, like right now, I find myself in the exact opposite situation. അതായത് ഇപ്പം എനിക്ക് 2 പെൺകുട്ടികളാണ്, right? And so now I'm in a house where there is 3 women and 1 male. So നേരത്തെ it was 3 men and 1 woman. So you see our scene completely flip ആയി. ആകുമ്പം it's a റോൾ റിവേഴ്സലാണ്. അവിടെ ഒരുപാട് മെൻ്റലി I have to change, or I have to understand new thinking and new perspective, and that's when I started to really, the gender inequalities and gender related issues started to crop up. So നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ, because I have 2 daughters is one of the reasons that I really wanted to do She's Equal, because I came to know and appreciate that there is a lot of inequality out there, and obviously I wouldn't want my daughters to face that naturally. Appam there is a selfish motive behind this, and I'm very, very clear about that. You have to feel the pain, and until you personally start feeling the risk, and I don't think anybody will take any action, right? Because until now, why didn't I launch
she is equal to 10 years ago? Why didn't I think of gender related issues 10 years ago? Because it was not affecting me at that time, or it was not front of mind for me. Now it is. The world is changing, my personal situation has changed, my family structure and orientation has changed. Obviously I started to think more seriously about these issues, and that's another personal motive. I don't want my daughters to grow up and say, "Daddy, you did not do anything for us." At least I tried. So for all these reasons, I wanted to experiment with a public discourse where I am open to being questioned, and I think we all need to be more accountable, we all need to be more open about our own issues, and the more we do that, I think that's the more mature way of solving this problem. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന പദമാണ് ഫെമിനിസം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുന്ന ഒരു പദം കൂടിയാണ് ഫെമിനിസം. ഈ ഒരു അവസ്ഥയിൽ ഫെമിനിസം എന്ന ഐഡിയോളജിയുമായി ഷീ ഈസ് ഈക്വൽ മുന്നോട്ട് വരുമ്പോൾ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. താങ്കൾ ഒരു ഫെമിനിസ്റ്റ് ആണോ? അല്ലെങ്കിൽ എന്താണ് താങ്കൾക്ക് ഫെമിനിസത്തെക്കുറിച്ചുള്ള സങ്കല്പം? അതെ, തീർച്ചയായിട്ടും ഫെമിനിസ്റ്റാണ്, റൈറ്റ്? അതിന് യാതൊരു സംശയവുമില്ല. ഫെമിനിസത്തിൻ്റെ സങ്കല്പം, എൻ്റെ സങ്കല്പം എന്താണെന്ന് ചോദിച്ചാൽ ഓണസ്റ്റ്ലി ഒരു വൺ സെൻറ്റൻസിൽ നമുക്കത് പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഫെമിനിസം ഈസ് റിയലി അബൌട്ട് ഇക്വാലിറ്റി. ഫെമിനിസ്റ്റ് പ്രിൻസിപ്പിൾസ് ആർ അബൌട്ട് ഇക്വാലിറ്റി. ആൻഡ് ബിക്കോസ് ദ ഹിസ്റ്ററി ഈസ്, നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുവാണെങ്കിൽ അത് സ്ത്രീ പക്ഷപാതം എന്നൊക്കെ പറയാം. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, ഫ്രീഡം, സ്ത്രീകളുടെ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ഫിലോസോഫിക്കൽ സ്കൂൾ ഓഫ് തോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മോർ ഇമ്പോർട്ടൻ്റ്ലി ഫെമിനിസത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ റിസ്പെക്റ്റ് ഫോർ ഇക്വാലിറ്റിയാണ്. അത് ജെൻഡർ മാത്രമല്ല, ഓൾ ടൈപ്സ് ഓഫ് ഇക്വാലിറ്റി. അപ്പം ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അത് സ്ത്രീ പക്ഷപാതം നിൽക്കുന്ന ഒരു വ്യക്തിയെന്ന് മാത്രമല്ല, അത് certainly is an element of feminist thought അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ഫിലോസഫി. പക്ഷേ അതിലുപരി റിസ്പെക്റ്റ് ഫോർ ഡിഗ്നിറ്റി, വാല്യൂ ഫോർ ഡിഗ്നിറ്റി, വാല്യൂ ഫോർ ഇക്വാലിറ്റി, റിസ്പെക്റ്റ് ഫോർ ഇക്വാലിറ്റി, ഇതൊക്കെ ഫണ്ടമെൻ്റൽ ഹ്യൂമൻ വാല്യൂസാണ്. അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആൻഡ് ഞാൻ കാണുന്ന ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവും അതുപോലെ തന്നെയാണ്. സോ ഇഫ് ഐ എം എ ഫെമിനിസ്റ്റ്, what do I think എന്ന് എന്നോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഓൾ ടൈപ്സ് ഓഫ് ഇനീക്വാളിറ്റി ഡിസേർവ് ടു ബി ഫോട്ട്. നമ്മളൊരു സ്റ്റാൻഡ് എടുക്കണം. അതിപ്പം ജെൻഡർ ഇനീക്വാളിറ്റി ആണെങ്കിൽ അവിടെ നമ്മൾ സ്റ്റാൻഡ് എടുക്കും, ക്ലൈമറ്റ് ഇനീക്വാളിറ്റി ആണെങ്കിൽ അവിടെയും നമ്മൾ സ്റ്റാൻഡ് എടുക്കും, പൊളിറ്റിക്കൽ ഇനീക്വാളിറ്റി ആണെങ്കിൽ അവിടെയും സ്റ്റാൻഡ് എടുക്കും, റൈറ്റ്? സോ ഫോർ മീ it's a fight against inequality in general, but obviously publication by and large focuses on gender inequality. പക്ഷേ അങ്ങനെ പറഞ്ഞാലും ഇനീക്വാളിറ്റി എന്ന് പറയുന്ന സബ്ജക്റ്റ് മാറ്റർ തന്നെ ഭയങ്കര കോംപ്ലക്സ് ആണ്. ഒരിക്കലും നമുക്ക് ഒരു ജെൻഡർ ഇനീക്വാളിറ്റി ഇങ്ങനെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ, എക്കണോമിക് ഇനീക്വാളിറ്റി അല്ലെങ്കിൽ ഇൻകം ഇനീക്വാളിറ്റി ഒരു വേറൊരു കമ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ ആക്കാനേ പറ്റില്ല. കാരണം ലൈഫ് അങ്ങനെയല്ല, സൊസൈറ്റി അങ്ങനെയല്ല. എവറിത്തിങ് ഒരു ഇൻ്റർ റിലേറ്റഡ് ആണ്, ഇൻ്റർ കണക്ഷൻ ഉണ്ട്. സോ വൺ കൈൻഡ് ഓഫ് ഇനീക്വാളിറ്റി മേക്സ് അനദർ കൈൻഡ് ഓഫ് ഇനീക്വാളിറ്റി ഈവൻ വേഴ്സ്. അപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് പോലും അവിടെയും ജെൻഡർ ഇനീക്വാളിറ്റിക്ക് വളരെ പ്രസക്തിയുണ്ട്. ഇപ്പം എക്കണോമിക്സ് നോക്കുവാണെങ്കിൽ, എക്കണോമിക് ഡെവലപ്മെൻറ്റ് നോക്കുവാണെങ്കിലും പോവർട്ടി എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂ എടുത്തു നോക്കുവാണെങ്കിലും അവിടെയും ദർ ഇസ് ഡീപ്പ് കണക്ഷൻ ബിറ്റ്വീൻ ജെൻഡർ ആൻഡ് ഇൻകം ഇനീക്വാളിറ്റി ഓർ ഇനീക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഓർ എക്കണോമിക് ഡെവലപ്മെൻറ്റും ജെൻഡർ ഇനീക്വാളിറ്റി തമ്മിൽ ബന്ധമുണ്ട്. അപ്പം സൊസൈറ്റി വർക്ക് ചെയ്യുന്നത് തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ട് ഇൻ്റർ റിലേറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വി കാൺ റിയലി സേ ദാറ്റ് ഇറ്റ്സ് ഓൺലി അബൌട്ട് ഒരു ഇഷ്യൂ ആൻഡ് അവിടെ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുള്ളൂ. നമ്മളൊരു സിസ്റ്റംസ് പെർസ്പെക്റ്റീവ് എടുക്കണം എപ്പോഴും.
ബിക്കോസ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മുടെ എല്ലാവരുടെയും ലൈഫ് ഇൻ്റർ കണക്റ്റഡ് ആണ്. നമുക്ക് എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലേ സത്യം പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി തന്നെ ഗ്രോ ആകുള്ളൂ. പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റിൻ്റെ ആൻസർ ഈസ് സർട്ടൻലി ഐ എം എ ഫെമിനിസ്റ്റ്. എന്നാൽ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. താങ്കൾ ഒരു ഫെമിനിസ്റ്റ് സംരംഭകനാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ശ്രീ സീക്വലിന്റെ ഗിഫ്റ്റ് ഫോർ മെൻ ആൻഡ് അതർ ജെൻഡേഴ്സ് എന്തൊക്കെയായിരിക്കും? ഐ തിങ്ക് ഇറ്റ്സ് ഗിഫ്റ്റ് ഫോർ എവ്രി വൺ, ബട്ട് ഐ എം നോട്ട് ഷുവർ അത് ഗിഫ്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് പബ്ലിക് തീരുമാനിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിസ്കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ചർച്ച സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആ ഒരു എന്താ പറയുക ആംഗിളിലാണ് ഞാൻ ഈ ഷീസ് ഈക്വൽ എന്നുള്ള പബ്ലിക്കേഷനെ കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇഫ് ദർ ഈസ് സം വൺ ഹൂ ഇസ് സെയിങ് ദാറ്റ് ഷീസ് ഈക്വൽ അല്ലെങ്കിൽ ഫെമിനിസം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് മാറ്റർ ആണെന്ന് ഉള്ള അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റ് മുന്നിൽ വയ്ക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ആ തെറ്റിദ്ധാരണയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് എ വിമൻസ് ഇഷ്യൂ ഓൺലി. തീർച്ചയായിട്ടും അതൊരു മെൻസ് ഇഷ്യൂ കൂടെയാണ്. ഐ വുഡ് certainly encourage and I would probably take the opportunity. ഈ ഒരു ഡിസ്കഷൻ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ ഞാൻ എടുക്കുവാണ്. എല്ലാവരും ഈ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഈ ഡിസ്കഷൻ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എല്ലാ സൈഡിൽ നിന്നും ഉണ്ടാവണം. സംടൈംസ് ഫെമിനിസം എന്ന് പറയുമ്പം സ്ത്രീകൾ മാത്രം കുടിപിടിച്ച് നടക്കുന്ന ഒരു മൂവ്മെൻറ്റാണ്. അതിനകത്ത് men don't have any role to play. These are all silly matters ആണ്. നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ടേക്ക് കളക്റ്റീവ് ആയിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റി. അപ്പം ഐ എൻകറേജ് ഓൾ മെൻ ഔട്ട് ദെയർ ടു സ്റ്റാർട്ട് റീഡിങ് ഷീസ് ഈക്വൽ. വരുമ്പം നമ്മൾ തുടങ്ങുമ്പം അതിലെഴുതുന്ന ആർട്ടിക്കിൾസും അതിൽ വരുന്ന ആർട്ടിക്കിൾസും ഒക്കെ ഇറ്റ് ഈസ് അപ്പ് ഫോർ പബ്ലിക് ഡിബേറ്റ്. അതിനകത്ത് ശരിയും തെറ്റുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എഴുതുന്ന ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന വ്യൂസ് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, അത് ഒരു ചർച്ചയുടെ തുടക്കമാണ്. അപ്പം നമ്മൾ എഴുതുന്ന ആർട്ടിക്കിൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന വ്യൂസും ഐഡിയാസിലും ഒക്കെ എതിർപ്പ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വ്യൂസ് അല്ലെങ്കിൽ കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് തീർച്ചയായിട്ടും ഉണ്ടാകണം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഡിബേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ആൻഡ് ഷീസ് ഈക്വൽ എന്ന് പറഞ്ഞൊരു പബ്ലിക്കേഷൻ അതിനൊരു മാച്ച് സ്റ്റിക്ക് മാത്രമാകുന്നുള്ളൂ, അത്രേ ഉള്ളൂ. പഠനത്തിൻ്റെയും ജോലിയുടെയും ഭാഗമായി ഒരുപാട് രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. ഫെമിനിസം എന്താണെന്നും ഇക്വാലിറ്റി എന്താണെന്നും വിവിധ രാജ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തി. അങ്ങനെയുള്ള ഒരു വ്യക്തി കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ സ്ഥിതി എത്രമാത്രം വിഭിന്നമാണ്? കേരളത്തിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുള്ളത് എന്തെല്ലാമാണ്? അവിടെ എനിക്ക് തിരുത്തി പറയാനുള്ളത്, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഫെയർ ടു സേ എല്ലായിടത്തും ഇക്വാളിറ്റി ഇല്ല. ഒരിടത്തും തന്നെ സത്യം പറഞ്ഞാൽ ഒരു രാജ്യവും ഇല്ല ഈ ലോകത്ത് ദാറ്റ് ട്രീറ്റ്സ് മെൻ ആൻഡ് വിമൻ ഈക്വലി. ദർ ഈസ് നോ കൺട്രി ഇൻ ദ വേൾഡ് ദാറ്റ് ട്രീറ്റ്സ് ഓൾ ജെൻഡേഴ്സ് ഈക്വലി. ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ്. അപ്പം ഒരുപാട് വർക്കുണ്ട് നമുക്ക് ചെയ്യാൻ. അപ്പം ദാറ്റ് ഈസ് വൺ തിങ്. അപ്പം വെളിയിലാണെങ്കിലും ദർ ഈസ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ്. വിമൻ സ്റ്റിൽ ഹാവ് ചാലഞ്ചസ്. ഗ്ലോബൽ MNCകളുടെ സിഇഒയുടെ കൗണ്ട് വെച്ച് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ദാറ്റ് 90% or 80% ഓഫ് CEOs ആർ സ്റ്റിൽ മെയിൽ. വാസ്റ്റ് മെജോറിറ്റി ഓഫ് കോർപ്പറേറ്റ് ബോർഡ് റൂംസിനകത്ത് മെയിൽ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. അപ്പം ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമുള്ള ഒരു ഇഷ്യൂ അല്ല ഇത് വെളിയിലൊക്കെ സജീവമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അതൊക്കെ ഇവിടെ റിലേറ്റീവ്ലി കൂടുതലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ കുറച്ചെങ്കിലും പ്രോഗ്രസ് ഉണ്ടെങ്കിൽ ഇവിടെ പ്രോഗ്രസ് സ്ലോ ആണ്, ഇല്ലയെന്നല്ല. കോൺസ്റ്റിറ്റ്യൂഷണലി സ്പീക്കിംഗ്, തിയററ്റിക്കലി സ്പീക്കിംഗ് നമ്മൾ ഈക്വാലിറ്റി പ്രോമിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിൽ അത് നമ്മൾ കാണാറില്ല, റൈറ്റ്? അപ്പം എന്തൊക്കെ ടൈപ്പ് ഈക്വാലിറ്റിയാണ് സാധാരണ ഇവിടെ നമ്മുടെ നാട്ടിലും നമ്മുടെ ഇന്ത്യയിലുമൊക്കെ കാണുന്നതെന്ന് ചോദിച്ചാൽ സോ മെനി. ദി ഡിസിഷൻ ടു വളരെ പേഴ്സണലായിട്ടുള്ള ഡിസിഷൻ സച്ച് ആസ് എഡ്യൂക്കേഷൻ. ഞാൻ എത്ര വരെയും പഠിക്കണം, ഞാൻ എന്ന് വരെയും പഠിക്കണം, ഞാൻ എവിടെ പോയി പഠിക്കണം, എന്ത് പഠിക്കണം, അത് കഴിഞ്ഞ് വിവാഹം, മാരേജ്, ഫാമിലി ലൈഫ്, ഓൾ ഓഫ് ദീസ് തിങ്സ് ആർ സ്റ്റിൽ പ്രിഡോമിനൻ്റ്ലി ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ട്. തീർച്ചയായിട്ടും പ്രോഗ്രസ് ഉണ്ട്. ഒരു ക്രീം ലെവലിൽ ഒരു മേ ബി 1% ഓഫ് സൊസൈറ്റി വളരെ ഓപ്പണാണ്, വളരെ ലിബറലാണ്. പക്ഷേ
വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദ കൺട്രി ഈസ് സ്റ്റിൽ വെരി ബാക്ക്വേർഡ്. അപ്പം അവിടെയൊക്കെ ഈ തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഗേൾസും വിമനും നേരിടുന്നുണ്ട്. ബിയോണ്ട് ദിസ്, ഒബ്വിയസ്ലി അറ്റ് വർക്ക് പ്ലേസ് ഓൾസോ, ഓഫീസ് സിറ്റുവേഷൻസിലും ഒക്കെ എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻസിലൊക്കെ സെയിം ഇഷ്യൂസ് നേരിടുന്നുണ്ട്. വിമൻ ആൻഡ് മെൻ ആർ നോട്ട് പെയ്ഡ് ഈക്വൽ. വേജ് ഗ്യാപ്സ്, why should there be a wage gap between just because of the sex difference? Political participation. Now, we've had a female prime minister, right? At least way ahead of the UK and many other countries. Innalum, how many? One, right? How many prime ministers have we had? Many, right? But we've only had. So, while there are എക്സാമ്പിൾസ് ഉണ്ട് നമ്മുടെ പ്രോഗ്രസീവ് തിങ്കിങ്ങും സംഭവങ്ങളുമൊക്കെ, എന്നാലും അത് സ്കെയിലിൽ ആയിട്ടില്ല. ഐ തിങ്ക് 1325 UN സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻ 1325 ഇയർ 2000 ഇറക്കിയ റെസൊല്യൂഷൻ അനുസരിച്ച് UN തന്നെ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് ദാറ്റ് വാർ സിറ്റുവേഷൻ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻസിൽ ഏറ്റവും നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് വിമൻ ആൻഡ് ചിൽഡ്രൻ ആണ്. ആൻഡ് ദെയർഫോർ അതുപോലത്തെ സിറ്റുവേഷൻസ് റിസോൾവ് ചെയ്യാൻ ആ റെസൊല്യൂഷന് പോലും വിമൻ പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ലോകത്ത് നടക്കുന്ന എല്ലാ പീസ് ഡിസ്കഷൻസും കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഡിസ്കഷൻസും നോക്കി, പീസ് നെഗോഷിയേറ്റേഴ്സിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ വാസ്റ്റ് മെജോറിറ്റി ആർ മെയിൽ, നോട്ട് ഫീമെയിൽ. അപ്പം അങ്ങനെ നോക്കുമ്പം പബ്ലിക് പോളിസി, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, ബിസിനസ്, പേഴ്സണൽ ലൈഫ്, സോഷ്യൽ ലൈഫ്, മാരേജ്, എഡ്യൂക്കേഷൻ, ഇവിടെ എല്ലാം വി കണ്ടിന്യൂ ടു സീ ആൻ ഓൺഗോയിങ് സീരിയസ് ഇനീക്വാളിറ്റി പ്രോബ്ലംസ്. ഈ എങ്ങനെ നോക്കിയാലും നമുക്ക് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ വേണമെങ്കിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല. ആൻഡ് അവിടെയാണ് സം ആൻഡ് സബ്സ്റ്റൻസ് ഈ ഒരു ഫിലോസഫിയുടെയും പബ്ലിക്കേഷൻ്റെയും റെസ്പോൺസിബിലിറ്റി അത് തന്നെയാണ്. വിത്ത് എ വാസ്റ്റ് മെജോറിറ്റി ഓർ അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദ പീപ്പിൾ നോട്ട് ഹാവിങ് ഈക്വൽ റൈറ്റ്സ്, അതാണ് കേസെങ്കിൽ നമുക്ക് എങ്ങനെ പിന്നെ സോൾവ് ചെയ്യാൻ പറ്റും പ്രശ്നങ്ങൾ? അപ്പം ക്ലൈമറ്റ് ബാധിക്കുന്ന എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പം പൊളിറ്റിക്കൽ പ്രോബ്ലംസ് എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പം ഈ എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ അത് ഏകപക്ഷീയമായ ഒരു സൊല്യൂഷൻ ആകാൻ പാടില്ലല്ലോ. ഇറ്റ് ഹാസ് ടു ബി എ കൺസേർട്ടഡ് എഫർട്ട്. എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇഫ് ദ റിയാലിറ്റി ഈസ് ഹാഫ് ഓഫ് ദ വേൾഡ് ഡു നോട്ട് ഹാവ് ഈക്വൽ റൈറ്റ്സ് ഓർ ദേ ഡോണ്ട് ഹാവ് ദ ഫ്രീഡം, അവർക്ക് കേപ്പബിലിറ്റി ഇല്ല, ഫ്രീഡം ഇല്ല, റൈറ്റ്സ് ഇല്ല, പേപ്പറിലുണ്ടെങ്കിലും റിയാലിറ്റിയിലില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടുപിടിക്കുക? ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് പോസിബിൾ. ഉണ്ടെങ്കിൽ തന്നെ അത് ആർട്ടിഫിഷ്യൽ സൊല്യൂഷൻസ് ആയിരിക്കും, ഹാഫ് ബേക്ക് സൊല്യൂഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ വൺ സൈഡഡ് സൊല്യൂഷൻസ് ആയിരിക്കും, സസ്റ്റൈനബിൾ ആയിരിക്കില്ല. അപ്പം സസ്റ്റൈനബിൾ സൊല്യൂഷൻസ് നമുക്ക് ഏത് പ്രശ്നത്തിനും കണ്ടെത്തണമെങ്കിൽ എല്ലാവരുടെയും കാഴ്ചപ്പാടുകളും ഒപ്പീനിയൻസും എടുത്തു വേണം നമ്മൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ. എല്ലാവർക്കും ഒപ്പീനിയൻസ് എയർ ചെയ്യാനുള്ള ഫ്രീഡം ഇല്ലെങ്കിൽ ദാറ്റ്സ് ദി എൻഡ് ഓഫ് സൊല്യൂഷൻ സീക്കിംഗ്. അപ്പം സത്യം പറഞ്ഞാൽ അതാണ് മെയിൻ പ്രോബ്ലം. ഒരു കോർപ്പറേറ്റ് ഓഫീസിലെ ജെൻഡർ ഇനീക്വാലിറ്റിയെ കുറിച്ചെല്ലാമാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. സാധാരണ ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ വുമൻ ഫ്രണ്ട്ലി ആക്കാൻ ചെയ്യുന്നതെല്ലാം, അതായത് മെറ്റേണിറ്റി ലീവ് മുതൽ സാനിറ്ററി നാപ്കിൻ വെൻഡിങ് മെഷീനുകൾ സ്ഥാപിക്കുന്നത് വരെ ഉള്ളതെല്ലാം സ്ത്രീകൾക്കായി ആ സ്ഥാപനം ചെയ്യുന്ന എന്തോ ബോണസ് ആയിട്ടാണ്, അല്ലെങ്കിൽ പ്ലെയിൻ ആയി പറഞ്ഞാൽ ഒരു ഔദാര്യമായിട്ടാണ് സ്ഥാപനവും കൂടെ വർക്ക് ചെയ്യുന്നവരും കണക്കാക്കുന്നത്. ഒരു കോർപ്പറേറ്റ് ഓഫീസ് ഹെഡ് ചെയ്യുന്ന ഒരു CEO എന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സ്ത്രീകൾക്കായി വിമൻ ഫ്രണ്ട്ലി ആക്കാനായി ഒരു കോർപ്പറേറ്റ് ഓഫീസ് എടുക്കുന്ന എല്ലാ നടപടികളും ഒരു ബോണസ് ആണോ, അല്ലെങ്കിൽ ഒരു ഔദാര്യമോ ഒരു ഫേവറോ ആണോ? തീർച്ചയായിട്ടും അല്ല. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്, നമ്മളിതൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ചെയ്യുന്ന ഒരു പരിപാടിയല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആർക്കും ഒരു ഹെൽപ്പിംഗ് ഹാൻഡിൻ്റെ ആവശ്യമില്ല. വി ആർ ഓൾ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് വി ജസ്റ്റ് നീഡ് ടു റെക്കഗ്നൈസ് ദ നീഡ്സ് ആൻഡ് സ്പെഷ്യൽ സിറ്റുവേഷൻസ് ഓഫ് ഓൾ ടൈപ്സ് ഓഫ് പീപ്പിൾ. ഇപ്പം ജെൻഡറിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡിസബിലിറ്റി ആണെങ്കിലോ, അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾ ആണ് കറക്റ്റ് വേ ഓഫ്
സ്പീക്കിംഗ് അബൌട്ട് ഇറ്റ്. ഡിസബിലിറ്റി എന്നുള്ള വാക്ക് പോലും ഇപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല. ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിലോ അവരെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ബൈ ആൻഡ് ലാർജ്, എസ്പെഷ്യലി in our office building, we don't have facilities for differently abled people. In our public transportation system, we don't consider that. So for example, വെളിയിൽ ഞാൻ കണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് വീൽ ചെയർ ആക്സസ്. വീൽ ചെയർ ആക്സസ് ഇല്ലാത്ത ബിൽഡിങ്ങുകൾക്ക് പെർമിറ്റ് കൊടുക്കില്ല, അല്ലെങ്കിൽ ബിൽഡിംഗ് നിയമത്തിൻ്റെ ഭാഗമാണത്. വീൽ ചെയർ ആക്സസ് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ ഫയർ എക്സ്റ്റിംഗ്വിഷറും ഇതൊക്കെ ബിൽഡിംഗ് പ്ലാനിങ്ങിൻ്റെ ഭാഗമാണെന്ന് പറയുന്ന പോലെ തന്നെ വീൽ ചെയർ ആക്സസ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്, വിത്തൗട്ട് വിച്ച് യുവർ ബിൽഡിംഗ് വിൽ നോട്ട് ബി ഗിവൻ എനി പെർമിറ്റ്. നമ്മുടെ ഇവിടെ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, മെട്രോ, ബസ്സുകൾ, ബോട്ടുകൾ, അങ്ങനെ വേറെവർ ദർ ഇസ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഈക്വൽ ആയിരിക്കണം ആക്സസ്. എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റണം. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണെങ്കിൽ വീൽ ചെയർ ആക്സസ് ഉണ്ടായിരിക്കണം. ഇല്ലാത്ത പക്ഷം ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് ഗുഡ് എന്നുള്ളൊരു നിലപാടാണ് എടുക്കേണ്ടത്. ഇവിടെ നമ്മളത് കണ്ടുവരുന്നില്ല. അപ്പോൾ ഒരു ഓഫീസിൻ്റെ കാര്യം, ഒരു പ്രൈവറ്റ് എൻ്റർപ്രൈസിൻ്റെ കാര്യം പിന്നെ ചോദിക്കുകയേ വേണ്ട. കാരണം പബ്ലിക്കലി നമ്മൾ സർക്കാർ വഴി നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ആക്സസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. വൈ? ബിക്കോസ് ദീസ് ആർ ഓൾ മൈനോറിറ്റി ഇഷ്യൂസ്. ബിക്കോസ് എ വാസ്റ്റ് മെജോറിറ്റി ഓഫ് പീപ്പിൾ ആർ ഏബിൾ. നമുക്ക് 2 കാലുണ്ട്, നമുക്ക് നടക്കാം, നമുക്ക് ബൈക്കുണ്ട്, നമുക്ക് ഡ്രൈവ് ചെയ്യാം. സോ വാസ്റ്റ് മെജോറിറ്റി ഓഫ് പീപ്പിൾ ഡോണ്ട് ഫേസ് ദീസ് ഇഷ്യൂസ്. പക്ഷേ അതല്ലല്ലോ ഒരു ഇക്വാലിറ്റിയുടെ ഒരു ധർമ്മം. അതല്ലല്ലോ. അത് മജോറിറ്റി ആണെങ്കിലും മജോറിറ്റിക്ക് ഓക്കെ ആണെങ്കിലും മൈനോറിറ്റി ഷുഡ് നോട്ട് സഫർ. അതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പം ദർ ആർ പീപ്പിൾ ഹൂ സഫർ എബിലിറ്റി ഇഷ്യൂസ്. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെയാണ് ജെൻഡറിൻ്റെ ഇഷ്യൂ. നൗ the thing about gender is that gender is not a minority issue. I mean, if you divide male and female 50-50 approximately ആണെങ്കിൽ അതൊരു മൈനോറിറ്റി ഇഷ്യൂ അല്ലല്ലോ. അപ്പം അവിടെ മൈനോറിറ്റി ഇഷ്യൂ അല്ലാഞ്ഞിട്ട് പോലും അതിനൊരു ആക്സെപ്റ്റബിലിറ്റി അല്ലെങ്കിൽ ഒരു തോട്ട് പ്രോസസ്സ് അതിൻ്റെ പുറകിലേക്ക് പോകുന്നില്ല. സോ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, ഇതൊരു ഔദാര്യമാണോ അല്ലെങ്കിൽ ഇതൊരു ഒരു ഫേവർ ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി ട്രീറ്റഡ് ലൈക്ക് ദാറ്റ്. ബട്ട് നമ്മുടെ എല്ലാവരുടെയും അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞ ബയസസ് ശരിക്കും നമ്മളെ ഓരോ ആൾക്കാരെ വ്യക്തിപരമായിട്ട് നമ്മൾ ഈ ചോദിച്ചാൽ അവർക്ക് പറയാനുള്ള ഉത്തരം ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും. അവരും ലിബറൽ ആയിരിക്കും ഇൻസൈഡ്. അവരുടെ അറ്റ്ലീസ്റ്റ് ദേ വിൽ വ്യൂ ദംസെൽഫ് ആസ് ലിബറൽ. അവർ മനഃപൂർവ്വം ആക്സസ് കൊടുക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ ഇനീക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ആരും ഒരു കമ്പനിയും അല്ലെങ്കിൽ ഒരു സിഇഒയും ഒരു ലീഡറും അങ്ങനെ ചെയ്യുന്നില്ല. അതൊരു അണ്ടർ കറണ്ടാണ്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് സോ ഡിഫിക്കൽട്ട് ടു ഫൈറ്റ്. കാരണം നേരത്തെയുള്ള ഞാൻ പറഞ്ഞ പോലെ അക്നോളജ്മെൻ്റ് ഇല്ലല്ലോ, പ്രശ്നം ഇല്ലല്ലോ. പ്രശ്നം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുവാണ് പ്രശ്നം. ഇന്ന് പറയുമ്പം ഇറ്റ്സ് എ ബിഗർ പ്രശ്നം. കാരണം അവിടെയാണ് ഈ ബയസസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡീപ്ലി എൻഗ്രൈൻഡ് ആണ്. അപ്പോൾ അവിടെ ഒരു ശരിക്കും ഒരു റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ കൊണ്ടുവരാതെ ഈ പ്രശ്നത്തിന് അല്ലെങ്കിൽ ഈ ഇന്നീക്വാളിറ്റി പ്രശ്നത്തിന് പരിഹാരം ഡിഫിക്കൽട്ടാണ്. നിലവിൽ ഈ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ലിംഗ അസമത്വമാണെന്ന് നമ്മൾ സംസാരിച്ചു. ഈ ഒരു അവസ്ഥയിൽ മാസ്കുലിനിറ്റി എന്ന പദം റീഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമുള്ളതായി തോന്നുന്നുണ്ടോ? ഉണ്ട്. എസ്പെഷ്യലി ഇന്ത്യൻ സിനിമയിൽ മാസ്കുലിനിറ്റി റീഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം അല്ലെങ്കിൽ ഇന്ത്യൻ മീഡിയയിൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഏറ്റവും ഒരു ബിഗ് ഇൻഫ്ലുവൻസർ ആണല്ലോ ലിറ്ററേച്ചർ, മീഡിയ, TV പ്രോഗ്രാംസ്, മൂവീസ്, മ്യൂസിക്. ദീസ് ആർ ഓൾ കൾച്ചറൽ ഇൻഫ്ലുവൻസേഴ്സാണ്. അത് കണ്ടാണ് ആൾക്കാർ ലിവ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി പവർഫുള്ളായിട്ടുള്ള വ്യക്തികളും നമ്മൾ പറയുന്ന സ്റ്റാർസ് പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ, സ്ക്രീനിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തിയേറ്ററിൽ കൈയടിച്ച് പാസ്സാക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ ഹൗ കെൻ യു എക്സ്പെക്റ്റ് ചേഞ്ച് ഇൻ സൊസൈറ്റി? ബ്രോഡ്ലി നമ്മൾ
കാരണം ഇതൊക്കെ ഫാമിലി എൻ്റർടൈനേഴ്സും കൂടെയാണ്. ദി ആർ നോട്ട് അഡൾട്ട് ഫിലിംസ്. ഇത് എല്ലാവരും പോയി കാണുന്ന പരിപാടികളും പ്രോഗ്രാമുകളും സിനിമകളും ഒക്കെയാണ്. ഇവിടെയൊക്കെ നമുക്ക് വി ഹാവ് ഹാഡ് വെരി സ്ട്രോങ് സ്റ്റീരിയോടിപ്പിക്കൽ ഒരു മാസ്കുലിൻ ഐഡൻറ്റിറ്റി നമ്മൾ പ്രൊക്ലെയിം ചെയ്യാറുണ്ട്. വളരെ ക്ലിയറായിട്ട് നമ്മൾ കാണിക്കാറുണ്ട്. മീശ പിരിക്കുക, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക, ഹീറോയിസം, റൈറ്റ്? ജനറലി വി സീ ഫ്യൂവർ വിമൻ ഡോമിനേറ്റഡ് ക്യാരക്ടേഴ്സ് ആൻഡ് മോർ മെയിൽ ഡോമിനേറ്റഡ് ക്യാരക്ടേഴ്സ്. യു ക്യാൻ ആസ്ക് വൈ. അങ്ങനെയാണ് ഇതുവരെയും വന്നിട്ടില്ല. ഇറ്റ്സ് ചേഞ്ചിങ്. ദർ ഈസ് പ്രോഗ്രസീവ് തിങ്സ് ഹാപ്പനിങ്, ബട്ട് വി നീഡ് മോർ ഓഫ് ഇറ്റ്. മാസ്കുലിനിറ്റി റീഡിഫൈൻ ചെയ്യണം എന്നുള്ളതിന് യാതൊരു സംശയമില്ല, റൈറ്റ്? ദിസ് ഓൾഡ് ഏൻഷ്യൻറ്റ് അല്ലെങ്കിൽ കൊളോണിയൽ തിങ്കിങ് ഓഫ് മാൻ ബീങ് ദ പേട്രിയാർക്ക്, ബീങ് ദ റൂൾ മേക്കർ, ദ ഡിസിഷൻ മേക്കർ, ആൻഡ് whoever does that is the real man. Whoever protects is the man, right? കോമഡി ആയിട്ട് നമ്മൾ പറയാറുണ്ട്, ഹൂസ് വെയറിങ് ദ പാൻസ് ഇൻ യുവർ ഫാമിലി എന്ന് ചോദിക്കാറുണ്ട്, റൈറ്റ്? ഇറ്റ്സ് എ വെരി ഡെറോഗറ്ററി ആയിട്ടുള്ളൊരു ചോദ്യമാണല്ലോ. അതായത് പാൻറ് ഇടുന്നവൻ അല്ലെങ്കിൽ ഇടുന്നയാൾ ആണ് ബോസ്. വിമൻ ക്യാൻ വെയർ പാൻസ്, റൈറ്റ്? ബട്ട് യാ, മാസ്കുലിനിറ്റി നീഡ്സ് ടു ബി റീഡിഫൈൻഡ്. പക്ഷേ റീഡിഫൈൻഡ് ടു വാട്ട്? ദെൻ what does it mean to be man? What does it mean to be woman? I have not given it too much thought myself. പക്ഷേ certainly wherever there is a overdrive of muscle and power, and that is manliness എന്നുള്ള ഒരു ഡെഫിനിഷൻ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു, റൈറ്റ്? So then what is it, how do we redefine, what is the new masculinity എന്ന് ചോദിച്ചാൽ, well, I think simply speaking, I don't even have a definition of masculinity. ആ ഫെമിനിറ്റിയുടെ ഡെഫിനിഷൻ എന്താണ്? അത് തന്നെയാണ് മാസ്കുലിനിറ്റിയുടെ ഡെഫിനിഷൻ. സംബഡി ഹൂ, it's, I think being human is more important than being man or woman or gay. How does it matter? അപ്പം the whole idea about, what is masculine and what is feminine is also part, ആ ഒരു ഈ ഇനീക്വാളിറ്റിയുടെ ഒരു ഇനീക്വാളിറ്റി ഡിസ്കഷൻ്റെ ഒരു ഭാഗമാണ് ആ ഒരു തിങ്കിങ് പോലും. അപ്പം എന്തിനാ മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞൊരു സാധനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വേണമെങ്കിൽ കൗണ്ടർ ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാം. ഫെമിനിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം എന്താണ്? ഫിസിക്കൽ ബയോളജിക്കൽ റെപ്രസെൻറ്റേഷൻസ് അതൊക്കെ തീർച്ചയായിട്ടും നാച്ചുറലാണല്ലോ. പക്ഷേ അതിലും ഉപരി ഒരു മാച്ചോ ഒരു പിക്ചറൈസേഷൻ ഐ തിങ്ക് ഈസ് അൺവാറണ്ടഡ്. അത് ഓൾഡ് സ്കൂളാണ്. അത് മാറ്റേണ്ട സമയമായി. ഈ മസ്കുലിനിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ പറഞ്ഞു, സിനിമയിലാണെങ്കിലും മീഡിയയിലാണെങ്കിലും മസ്കുലിനിറ്റിയുടെ ഒരു ഓവർഡോസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പുരുഷന്മാർ മസ്കുലിനിറ്റിയുടെ പ്രൊജക്ഷൻ അവർക്ക് വരുത്തുന്ന ഹാമിനെ കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ബേർഡനെ കുറിച്ച് ബോധവാന്മാർ അല്ല. ആയിരുന്നെങ്കിൽ വി വുഡ് ഹാവ് ബീൻ ഇൻ എ ബെറ്റർ പൊസിഷൻ. ബട്ട് ഇപ്പം എൻ്റെ മനസ്സിൽ വന്ന വേറൊരു റിലേറ്റഡ് ടു യുവർ പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഒരു സിനിമയിൽ ഞാൻ എടുത്തു പറയുന്നില്ല, സിനിമയുടെ പേര് പറയുന്നില്ല, ആർട്ടിസ്റ്റിൻ്റെ പേരും പറയുന്നില്ല. ദർ ഈസ് എ സീൻ വെയർ സാധാരണ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ദ മാൻ ഹിറ്റ്സ് ദ വുമൻ. വളരെ ക്ലിയർ ആയിട്ട് അത് സ്ക്രീനിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അത് തന്നെ ഹൗ ക്യാൻ യു ആക്സെപ്റ്റ് ദാറ്റ്? ഇറ്റ് ഷുഡ് നെവർ ഹാവ് ബീൻ അലൗഡ് ടു ബി ഷോൺ ഓൺ ദിസ്. യെസ്, ഒരു റിയാലിറ്റി നമ്മളെ പഠിപ്പിക്കുക, ഇതാണ് റിയാലിറ്റി എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആർട്ട് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കാം. പക്ഷേ അതിലും നമ്മൾ ആ ഒരു എഡ്യൂക്കേഷണൽ രീതിയിലല്ല നമ്മൾ സിനിമ കാണുന്നത്. we are normalizing such domestic abuse and violence. നേരത്തെയൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ ദ മാൻ ഹിറ്റ്സ് ദ വുമൻ, ഒരു ഭയങ്കര ഡ്രമാറ്റിക് സീൻ, ആൻഡ് ദാറ്റ് ഈസ് ഓക്കെ, റൈറ്റ്? ബട്ട് മാൻ അടിക്കുന്നത് തന്നെ തെറ്റാണ്. ആ ഒരു തെറ്റിന് തിരിച്ചൊരു മറുപടിയായിട്ടുള്ള ഒരു സീൻ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല.
ബട്ട് റീസെൻ്റ്ലി ഒരു മൂവിയിൽ ഒരു ഫീമെയിൽ ക്യാരക്ടർ ശരി ആണ് അവർ പറയുന്നത്, അവരുടെ ആർഗ്യുമെൻ്റ്, എന്നിട്ടും അടി കിട്ടുന്നു. ഇതെന്തുകൊണ്ട് നേരത്തെ ചെയ്തില്ല, അല്ല എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല, റൈറ്റ്? അപ്പോൾ അവർ ശരിയായാലും അടി കിട്ടും, തെറ്റ് ചെയ്താലും അടി കിട്ടും. ആൻഡ് അത് അടി കിട്ടുന്നത് എപ്പോഴും അൺഫോർച്ചുനേറ്റ്ലി ഫീമെയിൽ ക്യാരക്ടേഴ്സിൻ്റെ റോൾസിലാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പം ഒരു ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, ആർ വി അവെയർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇഫ് വി ആർ ദെൻ വി വിൽ നോട്ട് നോർമലൈസ് സച്ച് തിങ്സ്. ഇത് കാണുമ്പം ഇറ്റ്സ് ഓക്കെ അച്ഛനമ്മയെ അടിക്കുന്നു, കൂൾ. ബ്രദർ സിസ്റ്ററിനെ അടിച്ചാൽ കൂൾ. വെളിയിലെ ഫ്രണ്ടിന് എന്തെങ്കിലും പറ്റിയാൽ അങ്ങനെയല്ലേ ലോകം. എന്താ പറയുക, ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ ദ ഡൽഹി റേപ്പ് കേസ് ആയിരുന്നോ, എനിക്ക് ഓർമ്മയില്ല, വേർ കൺവിക്റ്റഡ് ആയിട്ടുള്ള ആൾ പറയും നിങ്ങൾ എന്തിനാണ് പാതിരാത്രിക്ക് നടക്കാൻ പോയത് എന്നാണ് ചോദിക്കുന്നത്. ഹൗ ഈസ് ദാറ്റ് ഈവൻ അ? അല്ലെങ്കിൽ നിങ്ങളോട് ആരാ പറഞ്ഞ ആ ഡ്രസ്സ് ഇടാൻ? എൻ്റെ ഡ്രസ്സ്, എൻ്റെ സമയം, എൻ്റെ ലൈഫ്. വാട്ട് ആർ യു സെയിങ്? ആഫ്റ്റർ 10 o'clock I have no freedom, no safety. Or if I wear a particular type of clothes or dress, suddenly there is no safety. പൊതുവെ ഈ ഫിസിക്കൽ അബ്യൂസുകളെക്കുറിച്ചും വയലൻസുകളെക്കുറിച്ചും എല്ലാം സംസാരിക്കുമ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ചർച്ചകൾ ഉയരാറ്. ഈ സെക്സ് എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ നിലനിൽക്കുന്ന കൺവെൻഷണൽ സെക്സ് എഡ്യൂക്കേഷൻ പാരഡൈമിൽ ജെൻഡർ റോളുകൾ ഇൻക്ലൂഡഡ് ആണോ? ശരിക്കും സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ജെൻഡർ റോളുകൾ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ജെൻഡർ എഡ്യൂക്കേഷനായി റീഡിഫൈൻ ചെയ്യേണ്ട ഒരു കാലം കൂടെ അതിക്രമിച്ചിട്ടില്ലേ? സെർട്ടൻലി. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു റിഫ്ലക്റ്റീവ് അപ്രോച്ച് നമ്മൾ കുട്ടിക്കാലം മുതലേ നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ബിക്കംസ് മോർ ആൻഡ് മോർ ഹാർഡ് ആസ് വി ഗ്രോ ഓൾഡർ ആൻഡ് ഓൾഡർ. നമ്മുടെ മൈൻഡ് സെറ്റുകൾ മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും ആസ് വി ഗ്രോ ഓൾഡർ. ആൻഡ് ദെയർഫോർ എഡ്യൂക്കേഷൻ സെക്ടറിൽ, സ്കൂളുകളിൽ, ടീച്ചേഴ്സിനൊക്കെ, പേരൻസിനും വീട്ടുകളിൽ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റിയാണ്. ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ഇൻ ടേംസ് ഓഫ് മേക്കിംഗ് ദെം അണ്ടർസ്റ്റാൻഡ് പ്രോആക്റ്റീവ്ലി. അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പ്രോആക്റ്റീവ്ലി നമ്മൾ ചെയ്യണം ഇത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെനി വി യൂഷ്വലി ഡോണ്ട് ഡു ഇറ്റ്, ബട്ട് വി ആർ നോട്ട് അഗെൻസ്റ്റ് ഇറ്റ്. അപ്പം വി ആർ ഫോർ ജെൻഡർ ഈക്വാളിറ്റി ഡെഫിനറ്റ്ലി. ആസ് എ ഫാമിലി ആൻഡ് ആസ് സിവിലൈസ്ഡ് പീപ്പിൾ, എഡ്യൂക്കേറ്റഡ് പീപ്പിൾ, നമ്മളെപ്പോഴും ഇക്വാളിറ്റിയുടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരാണ് മനസ്സിൽ. പക്ഷെ നമ്മുടെ ആക്ഷൻസിൽ നമ്മൾ ഓവേർട്ടായിട്ട് അത് കൊണ്ടുവരുന്നില്ല, പ്രോആക്റ്റീവായിട്ട് നമ്മളത് ഇൻകൾക്കേറ്റ് ചെയ്യുന്നില്ല, റൈറ്റ്? അവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻറ്റൻഷണൽ മിസ്റ്റേക്ക് ദാറ്റ് വി ആർ കമ്മിറ്റിംഗ്. അൺഇൻറ്റൻഷനലി വി ആർ ഡൂയിങ് ഹാം. അപ്പോൾ അവിടെ വളരെ പ്രൊആക്റ്റീവായിട്ട് എഡ്യൂക്കേഷൻ, സെക്സ് എഡ്യൂക്കേഷൻ ആൻഡ് ജെൻഡർ എഡ്യൂക്കേഷൻ തീർച്ചയായിട്ടും കൊണ്ടുവരണം. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ബട്ട് നോട്ട് ഓൺലി ഇൻ സ്കൂൾസ്. Everything starts at home. Parents have got huge responsibilities in terms of educating children about gender roles, gender biases. And നമ്മൾ ഇപ്പം പൊതുവേ കണ്ടുവരുന്ന ഇഷ്യൂ ഈസ് എല്ലാം ഔട്ട്സോഴ്സ്ഡ് ആണ്. അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടി മനസ്സിലാക്കേണ്ട എല്ലാ കാര്യങ്ങളും ടീച്ചേഴ്സും പ്രിൻസിപ്പളും സ്കൂളും അവരാണ് ശരിക്ക് കൊണ്ടുപോകേണ്ടത്. ഞാനെന്ന് പറഞ്ഞില്ല, രാമനാരായണ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് കൂടുതലും. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ, അത് വേറൊരു പ്രോബ്ലം, സോ ദാറ്റ് ഈസ് വൈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷീ ഈസ് ഈക്വൽ ഈസ് എൻ എക്സ്പെരിമെൻറ്റ്. ഇറ്റ്സ് ഓൾസോ എ പേഴ്സണൽ എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞ കാരണം ഇതിലേക്ക് നമ്മൾ തന്നെ ഇറങ്ങണം. വി ഹാവ്, ഇഫ് യു ഹാവ് എ സ്റ്റാൻഡ് ദെൻ യു നീഡ് ടു ഡു സംതിങ്. സോ പാരൻറ്റിങ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് നീഡ്സ് ടു ബി ടേക്കൻ ഇൻ ടു അക്കൗണ്ട് when we are fighting or when we are trying to raise the voice against gender inequality. Parents have got a huge role to play. സ്യൂഡോ ഫെമിനിസത്തെക്കുറിച്ച് നമ്മുടെ ചർച്ചയിൽ വരികയുണ്ടായി. സ്യൂഡോ ഫെമിനിസം എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സ്ത്രീകളെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു പ്രവണത കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? അതായത് ഒരു വിമൻസ് ഡേ വരികയാണെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം ഫോർവേഡായി വരുന്ന ഒരു പോസ്റ്റർ
16 കൈകളിൽ വീട്ടുഭാരവും ജോലിഭാരവും കുഞ്ഞിനെ നോക്കലും എല്ലാം താങ്ങി നിൽക്കുന്ന ദുർഗാദേവിയുടെ ഒരു രൂപമാണ്. ഇതുപോലെ എല്ലാം മൾട്ടി ടാസ്ക് ചെയ്യേണ്ടവളാണ് സ്ത്രീ എന്ന് പറഞ്ഞ് ഈ ബേർഡൻ അവളുടെ തലയിലേക്ക് വച്ചു കൊടുത്തുകൊണ്ട് അവളുടെ ആ റോളിനെ ഗ്ലോറിഫൈ ചെയ്ത് വെക്കുന്നതാണോ ഫെമിനിസം? ഇത് ഫെമിനിസത്തിന്റെ വളരെ തെറ്റായ ഒരു പ്രവണതയല്ലേ? ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. ഫസ്റ്റ് ഐ തിങ്ക് വി അക്നോളജ് ദാറ്റ് സ്യൂഡോ ഫെമിനിസം എന്ന് പറഞ്ഞ ഒരു റിയൽ ഫിനോമിനൻ ആണ് എന്നുള്ളത് ആദ്യം വി നീഡ് ടു അൺഇക്വേവിക്കലി ഡിക്ലെയർ. പക്ഷേ സ്യൂഡോ ഫെമിനിസോ? എന്ത് സ്യൂഡോ? ആരാ പറഞ്ഞ സ്യൂഡോ ആണെന്ന്? ഐ ആം ജെന്യുവൻ. I think that is true, right? Woman is goddess and she is Mother Earth and all these are true, right? So isn't that giving respect? അപ്പോൾ അവിടെ ഇത് സ്യൂഡോ ആകാനുള്ള കാരണം എന്താ? വാട്ട് ഈസ് സ്യൂഡോ അബൌട്ട് ഇറ്റ് എന്ന് ചോദിച്ചാൽ മെനി എ ടൈംസ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത സെയിം പോയിൻ്റാണ്. ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്, doing a favor, labeling, റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ്. ഇപ്പം നേരെ ദുർഗാദേവിയുടെ കയ്യിൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, റൈറ്റ്? ഈസ് ദർ എനിത്തിങ് സിമിലർ ഓപ്പോസിറ്റ് ഹാപ്പനിങ് ഓൺ ദ മെയിൽ സൈഡ്? സോ മൾട്ടി ടാസ്ക് ചെയ്യുന്ന മെൻ ഇങ്ങനെ വിഷ്ണുവിൻ്റെ പല കൈകളുമായിട്ട് നിൽക്കുന്ന ഒരു മീം അല്ലെങ്കിൽ ഫോർവേഡ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ ആലോചിക്കാറുണ്ട്, വൈ നോട്ട്? ബിക്കോസ് ദർ ആർ മെൻ ഹൂ ഡു എ ലോട്ട് ഓഫ് തിങ്സ്, ഹൂ മൾട്ടി ടാസ്ക്. അപ്പം ഇവിടെയൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ദർ ഈസ് നോ അണ്ടർസ്റ്റാൻഡിങ്, ദർ ഈസ് എ ഇഗ്നറൻസ് ആണ്. വാട്ട് ഈസ് ദ ഇഷ്യൂ എന്നുള്ളത് ഡോണ്ട് നോ. ഇഫ് യു ഗിവ് glorify gender, isn't that what you're supposed to do? No. Equality is not about glorifying. Equality is about equality. Samam, equal. Glorify means you are raising the bar. Why? You don't need to raise the bar for anyone, right? Everybody is born equal, everybody dies equal. In between, everything goes wrong. There we need to raise awareness, right? അപ്പം ഈ സ്യൂഡോ സംഭവം മാറണമെങ്കിൽ മൈൻഡ് സെറ്റ്സ് ഹാവ് ടു ചേഞ്ച്. Clarity of thought has to come. There I would argue, നമ്മുടെ മറ്റേ ഒരു പബ്ലിക്കേഷൻ ഞാൻ ഇവിടെ പ്ലഗ് ചെയ്യുവാണ്, ഹഡിൽ, സ്റ്റോറിയോ ചെയ്യുന്ന ഹഡിൽ എന്ന് പറഞ്ഞ പബ്ലിക്കേഷൻ വിച്ച് പ്രൊമോട്ട്സ് psychological literacy. Psychological literacy and gender has got a lot of connection. A lot of things and biases are there in the mind, and lot of problems start in the mind. To resolve that, I really encourage not only gender education but psychological literacy also. We need to understand how our mind works. ഇപ്പം ഞാൻ ഇതിലേക്ക് ഇറങ്ങാനൊക്കെ, ഇറ്റ്സ് എ റിഫ്ലക്ഷൻ. യു നീഡ് ടു ഗോ ബാക്ക് ഇൻസൈഡ് ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എൻ്റെ ഈ തോട്ട്സ് ഇത് എവിടുന്നാണ് വരുന്നത്, എന്തുകൊണ്ടാണ് വരുന്നത്, ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും, എൻ്റെ ലൈഫിൽ നടന്ന ഏതൊക്കെ സിറ്റുവേഷൻസ് എന്നെ ഇതുപോലെ ആക്കിയിട്ടുണ്ടാകും. ബട്ട് ഐ ഡോണ്ട് സീ എ ലോട്ട് ഓഫ് പീപ്പിൾ തിങ്കിങ് ലൈക്ക് ദാറ്റ്. അവിടെയാണ് പ്രശ്നം, അവിടെയും ഒരു ബിഗ് പ്രശ്നമുണ്ട്. താങ്കൾ ഒരു പുരുഷനാണ്, ഒരു ഫെമിനിസ്റ്റ് ആണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സംരംഭകനാണ്. പക്ഷേ ഒരു ഫെമിനിസ്റ്റ് ആണ് എന്ന് പ്രഖ്യാപിക്കാൻ ഈ സമൂഹത്തിലെ പുരുഷന്മാരുടെ മനസ്സിൽ ഇപ്പോഴും ഒരു വലിയ ഹേർഡിലില്ലേ, ഒരു വലിയ ബാരിയർ നിലനിൽക്കുന്നില്ലേ? താങ്കൾ പേഴ്സണലി എങ്ങനെയായിരുന്നു ആ ഒരു ബാരിയറിനെ മറികടന്നത്? ഒരു ഫെമിനിസ്റ്റ് ആണ് എന്ന് പുരുഷന് സമ്മതിക്കാൻ മടിക്കുന്നതിൽ എന്തൊക്കെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് നിലവിലുള്ളത്? സൈക്കോളജിക്കൽ ഫാക്ടർ ഞാൻ പറയാം, പക്ഷേ ബാരിയർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറയാം സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ബാരിയറാണ് അത്. ആരും ഒരു ബാരിയർ വെച്ചിട്ടില്ല, ആർക്കും എന്ത് വേണമെങ്കിലും പ്രഖ്യാപിക്കാമല്ലോ. യു ആർ എ ഫെമിനിസ്റ്റ്, യു ആർ എ കമ്മ്യൂണിസ്റ്റ്, യു വാട്ട് എവർ ഇസ്റ്റ്, യു ക്യാൻ പ്രൊക്ലെയിം. പക്ഷേ ഇവിടെയും ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഐഡൻറ്റിറ്റി അഡോപ്റ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർക്ക് സീരിയസ് കൺസേൺസ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ബിക്കോസ് മെനി എ ടൈംസ് and probably why men
ആർ റിലക്റ്റൻറ്റ് ടു ഡു ദിസ് ഈസ് ബിക്കോസ് അവർക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. അതായത് അവരകത്ത് ഇതെല്ലാം മാനിക്കുന്നു, ദേ അണ്ടർസ്റ്റാൻഡ്, ദേ അപ്രീഷിയേറ്റ്, ആൻഡ് മേ ബി ഒരു ചെറിയ ഇമ്മീഡിയറ്റ് സർക്കിളിൽ അവർ ഓപ്പൺലി സമ്മതിക്കുമായിരിക്കും, ഐ ആം ടോട്ടലി എ ഫെമിനിസ്റ്റ്, ഐ ആം ഓൾ ഫോർ ഇക്വാളിറ്റി എന്ന് പറയാൻ പറ്റും ഒരു 4-5 പേരുടെ ഇടയ്ക്ക്. അതിൻ്റെ വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 100 ക്വസ്റ്റ്യൻസാണ്. നമ്മൾ തന്നെ നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ, ഞാൻ ആരാണ്, എൻ്റെ വ്യക്തിത്വം എന്താണ്, ഹൂ ആം ഐ ആസ് എ പേഴ്സൺ, വാട്ട് ഈസ് മൈ ക്യാരക്ടർ, എൻ്റെ മോറൽ പ്രിൻസിപ്പിൾസും എൻ്റെ എത്തിക്സും എന്താണ്, ഞാൻ ലൈഫിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ 100% അല്ലെങ്കിലും മോർ ദാൻ 50% ക്ലാരിറ്റി എനിക്കുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വറിയേണ്ട ആവശ്യമില്ല. വാട്ട് വിൽ ദാറ്റ് പേഴ്സൺ തിങ്ക്, വാട്ട് വിൽ ദിസ് പേഴ്സൺ തിങ്ക്. അൺഫോർച്ചുനേറ്റ്ലി അഗൈൻ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെയാണ് ഫെയിൽ ആകുന്നത്. പർപ്പസ് എന്ന് പറഞ്ഞൊരു സാധനം, ലക്ഷ്യബോധം എന്താണ് എന്ന് നോ വൺസ് ടീച്ചിങ് എനി വൺ. എല്ലാവരും പഠനം കഴിയുന്നു, പിന്നെ എടുത്ത് ചാടുന്നു, പിന്നെ ലൈഫ് എങ്ങനെയെങ്കിലുമൊക്കെ നീന്തി എവിടെയെങ്കിലുമൊക്കെ എത്തുന്നു. പേർപ്പസ് ഇല്ലാത്ത ആൾക്കാരില്ലെന്നല്ല പറയുന്നത്, അഗെയിൻ മൈനോറിറ്റി, റൈറ്റ്? സോ allowing people to understand what are all the issues that is happening in your home, outside your community, in the state, in the city or in the country, and നമ്മൾ എഡ്യൂക്കേറ്റഡ് ആകുന്നതിൻ്റെ ഉദ്ദേശവും ഈ തരത്തിലുള്ള ഹ്യൂമൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള കരുത്തും നോളജും ആർജിച്ചെടുക്കാനുള്ള ഒരു മാർഗമാണ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല ആവശ്യത്തിന്. സോ ഐ തിങ്ക് ദാറ്റ്സ് വെയർ ദ പ്രോബ്ലം ഇസ്. നമ്മൾ ഫെമിനിസത്തെക്കുറിച്ച് ചർച്ച ചെയ്തു, ഇക്വാലിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്തു, ഫ്രീഡത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. എങ്ങനെയാണ് ഈ 3 ഘടകങ്ങളും രാഹുൽ നായർ എന്ന വ്യക്തിയെയും ഷീ സീക്വൽ എന്ന മാധ്യമത്തെയും സ്വാധീനിക്കുന്നതെന്ന് ചർച്ച ചെയ്തു. ഇനി എനിക്കറിയേണ്ടത് ഇതാണ്, ഏത് തരത്തിലുള്ള മാറ്റമാണ് ഷീ സീക്വൽ എന്ന മാധ്യമത്തിലൂടെ വരും വർഷങ്ങളിൽ ഈ സമൂഹത്തിൽ കൊണ്ടുവരാൻ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. മാറ്റം, ഐ തിങ്ക് നേരത്തെ പറഞ്ഞ പോലെ ടച്ച്ഡ് അപ്പോൺ ഇറ്റ്. ഏറ്റവും വലിയ മാറ്റം പേടിയില്ലാണ്ട് ഭയമില്ലാണ്ട് നമുക്ക് ഈ ഇഷ്യൂ ആണെങ്കിൽ ഏതൊരു ഇഷ്യൂവും നമുക്ക് പബ്ലിക്ലി ചർച്ച ചെയ്യാൻ പറ്റണം. വി നീഡ് ടു ഹാവ് എ പബ്ലിക് കോൺവെർസേഷൻ അബൌട്ട് ഇറ്റ്. പബ്ലിക് കോൺവെർസേഷൻസ് ഉണ്ടായാലേ അവെയർനെസ് ജനറലി ഉണ്ടാവുള്ളൂ. അപ്പം എന്ത് മാറ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, മോർ കോൺവെർസേഷൻസ്, മോർ സ്റ്റോറീസ്, മോർ വോയിസസ് നീഡ്സ് ടു ബി റേസ്ഡ്, നീഡ്സ് ടു ബി ഹേർഡ്. അതിനൊരു മാർഗദർശിയായി അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഷീ സീക്വലിന് പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ ഐ തിങ്ക് ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് റിസൾട്ട് ദാറ്റ് I would cherish. That's my aim. So more than changing the world and changing the whole mindsets of every single person, it's practically impossible. But being a tool for that, this issue should not be ഇത് പബ്ലിക് അവയർനെസ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനായിട്ട് ഒരിക്കലും നിലനിൽക്കാൻ പാടില്ല. കൂടുതൽ ചർച്ചകൾ ഉണ്ടാവണം, പബ്ലിക്ലി ആൻഡ് പ്രൈവറ്റ്ലി. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ട് ഷീ സീക്വൽ മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതെ, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഷീ സീക്വൽ എന്ന ഈ മാധ്യമം പ്രസക്തമാകുന്നത്. നമുക്ക് ഫെമിനിസം ചർച്ച ചെയ്യാം, സമത്വത്തെക്കുറിച്ച് സംസാരിക്കാം. സ്ത്രീപക്ഷ ചിന്തകൾക്കായി മലയാള മാധ്യമ രംഗത്തെ ഒരു പുത്തനിടം, ഷീസ് ഈക്വൽ.